സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരുഭ്യോ നമഃ. അഭിവന്ദ്യരായ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സാദര നമസ്കാരം. ഉത്തരരാമായണ പഠനം ഇന്ന് 9ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ സജ്ജനങ്ങളെയും അതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് നിർത്തിയത് ദശമുഖൻ്റെ ജ്യേഷ്ഠനായ വൈശ്രവണനെ മായായുദ്ധത്തിലൂടെ, അതായത് ചതിപ്രയോഗത്തിലൂടെ എന്ന് പറയാം, പരാജയപ്പെടുത്തി വൈശ്രവണൻ്റെ പുഷ്പക വിമാനം അപഹരിച്ചുകൊണ്ട് രാവണനും കൂടെ വന്ന രാക്ഷസ സൈന്യവുമെല്ലാം ആ പുഷ്പക വിമാനത്തിൽ കയറി ലങ്കയിലേക്ക് യാത്ര തിരിക്കുകയാണുണ്ടായത്. ഇനി 2ാം അധ്യായത്തിലെ 621 വരി മുതൽ നമുക്ക് പാരായണം തുടങ്ങാം. കൈലാസോദ്ധാരണം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. അഗ്രജൻ തന്നെ ജയിച്ചു ദശാനനൻ നിർഗമിച്ചിടിനാൻ പുഷ്പകത്തിന്മേലെ. പറഞ്ഞതുപോലെ തൻ്റെ ജ്യേഷ്ഠനായ വൈശ്രവണനെ പരാജയപ്പെടുത്തി ആ പുഷ്പകത്തിന്മേൽ കയറി അങ്ങോട്ട് യാത്രയായി. വന്നു ശരവണദേശമണഞ്ഞപ്പോൾ നന്നായുറച്ചിള കാഞ്ഞിതു പുഷ്പകം. അങ്ങനെ പോകുമ്പോൾ ശരവണം എന്ന സ്ഥലത്തെത്തി. ആ ശരവണം എന്ന സ്ഥലത്തിൻ്റെ മുകളിൽ കൂടെ പുഷ്പവിമാനം ഇങ്ങനെ പോകുമ്പോൾ മുന്നോട്ട് അതിന് പോകാൻ പറ്റാതെ നേരെ താഴെ വന്ന് ആ ശരവണം എന്ന സ്ഥലത്ത് അങ്ങ് ഉറച്ചു. എന്തിതൻ കാരണമെന്നു ദശാനനൻ ചിന്തിച്ചുഴന്നതു കണ്ടു മാരീചനും ചൊന്നാൻ, ധനധനെ എണ്ണിയേ പുഷ്പകം അന്യജനത്തെ വഹിക്കയില്ലെന്നതോ. അപ്പോഴാണ് ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയാൻ തുടങ്ങുകയാണ്. മാരീചൻ തൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യം പറഞ്ഞു. ഇനി ഈ ധനധനെ അല്ലാതെ പുഷ്പക വിമാനം ആരെയും വഹിക്കുകയില്ല എന്നുണ്ടോ? ഇതിൻ്റെ റിമോട്ട് കൺട്രോള് ധനധൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളോ? മറ്റൊരു കാരണമുണ്ടാകയോ ഇതിൽ കുറ്റമെന്തോന്നു വിചാരിച്ചു കാണണം. ഇനി മറ്റു വല്ലതുമാണോ? അദ്ദേഹത്തിന് അതിലും ഉറപ്പില്ല. എന്തായാലും അങ്ങ് നോക്കിക്കേട്ടെ എന്താണ് ഇതിൻ്റെ ഒരു ഇത് നിൽക്കാനുള്ള കാരണം. അതൊരു യന്ത്രമാണല്ലോ, പല കാരണവും ഉണ്ടാവും എന്നു പറഞ്ഞിരിക്കുന്ന നേരം തത്ര നന്ദീശ്വരനൊരു വാനരവേഷമായി ചെന്നുര ചെയ്താൻ ഉമാപതി ശങ്കരൻ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ നീലകണ്ഠൻ. നൃത്തമാടും പ്രദേശമിതാർക്കും ഒരിക്കലും വന്നുകൂട്ടായല്ലോ. അങ്ങനെ അവരെല്ലാവരും ആകെ ഒരു പ്രയാസത്തിലായി. മുന്നോട്ടുള്ള യാത്ര മുടങ്ങി. അപ്പോഴാണ് പരമശിവൻ്റെ പാർഷദനായ നന്ദികേശ്വരൻ ഒരു വാനരൻ്റെ വേഷത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. നന്ദികേശ്വരൻ പറയുകയാണ് രാവണനോട്. എന്താ പറഞ്ഞത്? നീലകണ്ഠൻ നൃത്തമാടും പ്രദേശമിതാർക്കും ഒരിക്കലും വന്നുകൂടായല്ലോ.
ഇവിടെയാണ് ശ്രീശങ്കരൻ തൻ്റെ തിരുനടനം ചെയ്യുന്നത്. എന്താണ് ആ പ്രദേശത്തിൻ്റെ പേര്? ശരവണം. ഇവിടെ മറ്റാർക്കും പ്രവേശന സ്വാതന്ത്ര്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ ആരും ഇട്ട് പ്രവേശിക്കാറുമില്ല. അതുകൊണ്ട് എന്ത് വേണം? എങ്കിൽ തിരിയെ നീ വന്ന വഴിക്കിനി കാലേ ഗമിച്ചു കൊള്ളേണം യഥോചിതം. അതുകൊണ്ട് അങ്ങ് പോകാനായി, ലങ്കയിലേക്ക് പോകാനായി മറ്റൊരു മാർഗം സ്വീകരിക്കണം. ഈ ശരവണം എന്ന സ്ഥലത്തിന് മുകളിലൂടെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ധിക്കാരമുൾക്കൊണ്ടു തന്നെ മരിപ്പതിനുൾക്കടാഹങ്കാരമോടു വരായ്ക്ക് നീ. അതല്ല, ഇനി ധിക്കാരമായിട്ട് നീ ഇതുവഴി പോകണമെന്ന് വെച്ചാൽ നിന്റെ മരണമായിരിക്കും. അതുകൊണ്ട് പറയുന്നത് കേൾക്കുകയാണ് നല്ലത് എന്നതു കേട്ടു ദശാസ്യനും അന്നേരം എന്നോടു വന്നൊരു വാനരൻ ചൊന്നതു നന്നെന്ന അപഹാസവും ചെയ്തവൻ ഒന്നലറിച്ചിരിച്ചിടിനാനേറ്റവും. അതെ, ആരുടെ മുന്നിലാണ് ഈ ഒരു വാനരൻ എന്ന് പറയുന്നത്? ത്രിലോക ജേതാവായ, അതും പ്രത്യേകിച്ച് ഇപ്പോൾ ജ്യേഷ്ഠനെയും പരാജയപ്പെടുത്തി ലോകത്തിൽ ആർക്കുമില്ലാത്ത ആ പുഷ്പക വിമാനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന അധികാരിയായ രാവണനോടൊരു വെറും പരട്ട കുരങ്ങ് പോയിട്ട് പറയുകയാണേ, നിനക്ക് മരണം വേണ്ടായെങ്കിൽ മാറിപ്പോയിക്കൊള്ളാൻ. അവനെ കണക്കറ്റ അങ്ങ് പരിഹസിച്ചു. എന്നെ നീ ഗുണദോഷം ചെയ്യാൻ വന്നിരിക്കുകയാണോ എന്ന് പറഞ്ഞ് നന്നെന്നപഹാസവും ചെയ്തവൻ ഒന്നലറിച്ചിരിച്ചിടിനാനേറ്റവും. ഒന്നട്ടഹസിച്ചുകൊണ്ട് നന്ദികേശനെ നിന്ദിച്ചു ചൊന്നതു കേട്ടു കോപം പൂണ്ട് നന്ദീശ്വരനും അവനോടു ചൊല്ലിനാൻ. ഇങ്ങനെ നിന്ദിച്ചത് കേട്ടിട്ട് നന്ദീശ്വരനെ, അതാരാണെന്നും രാവണൻ അറിയില്ല, പക്ഷെ ഇപ്പോൾ വന്നു നിൽക്കുന്ന ഒരു വാനര വേഷം പൂണ്ടാണ്, നന്നായിട്ട് പരിഹസിച്ചു. അപ്പോൾ നന്ദീശ്വരൻ പറയുകയാണ്, ഇപ്പോൾ വധിക്കുന്നതില്ല ഞാനെന്നുമേ പത്മോദ്ഭവൻ തവ തന്ന വരത്തിനാൽ. നോക്കൂ, എനിക്ക് നീ വെറും ഒരു പുഷ്പം പോലെ ഉള്ളൂ. നിന്നെ വധിക്കാൻ എനിക്ക് പ്രയാസമൊന്നുമില്ല. പക്ഷേ ബ്രഹ്മാവ് നിനക്ക് വരം തന്നിട്ടുണ്ട്, അതിനെ മാനിച്ച് ഞാൻ ചെയ്യുന്നില്ലെന്ന് മാത്രം. വാനരനെന്നു നീ നിന്ദിച്ച കാരണം വാനരന്മാരാൽ വരും കുലനാശവും. എന്നെ നീ പരിഹസിച്ചില്ലയോ, മരം ചാടിക്കുരങ്ങേ എന്നും പറഞ്ഞിട്ട് എന്ന് വിളിച്ചിട്ട്, നിനക്ക് ഇങ്ങനെയുള്ള കുരങ്ങനിൽ നിന്ന് തന്നെയായിരിക്കും നാശം ഉണ്ടാവുക. ഇപ്പം ഒരു ദൂതനെ വധിച്ചു, അപ്പോൾ അന്നേരം പറഞ്ഞിരുന്നു ഒരു ദൂതനിൽ നിന്ന് നിനക്ക് ആപത്ത് വരുമെന്ന്. ഇപ്പോൾ പറയുന്നു ഒരു വാനരന്മാരിൽ നിന്ന് നിനക്ക് ആപത്തെത്തുമെന്ന്. ഇങ്ങനെ ധാരാളം ശാപവാക്കുകൾ വാരിക്കൂട്ടിയാണ് ദശാനനൻ കഴിയുന്നത്. അതൊന്നും അയാൾക്കൊരു പ്രശ്നമില്ല. കാരണം ഇപ്പോഴത്തെ അവസ്ഥ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാനുള്ള സാവകാശമൊന്നുമില്ല. പറയല്ലേ, അടിച്ച് പൊടിച്ച് ഇങ്ങനെ കഴിയുക.
ദേവദ്വിജേന്ദ്രന്മാരെ പീഡിപ്പിച്ചിനി കേവലമായൊരു വിനാശം വരികതേ. നീ ചെയ്യുന്നതൊക്കെ കൊള്ളാം, അത് തന്നെ മുന്നോട്ട് ചെയ്തോളൂ. എത്രയും പറ്റുമെന്ന് വെച്ചാൽ ദേവന്മാരെയും ബ്രാഹ്മണന്മാരെയും മറ്റ് ശിഷ്ടജനങ്ങളെയും ഒക്കെ ഉപദ്രവിച്ച് വേഗം നിൻ്റെ ആയുസ് നശിക്കട്ടെ എന്നു നന്ദീശ്വര ശാപമുണ്ടായതുമൊന്നും അറിഞ്ഞീല രാക്ഷസരാജനും. ഇങ്ങനെ നന്ദീശ്വരൻ കൊടുത്ത ശാപമൊന്നും അയാൾ ശ്രദ്ധിക്കാനേ പോയില്ല. നേർവഴിയേ മമ പോകരുതെങ്കിൽ നീ പോവതൊഴിച്ചുകൊൾ നാഥനെന്നാക്കിലോ. എനിക്ക് ലങ്കയിലേക്ക് പോകേണ്ട ഷോർട്ട് കട്ടാണിത്. വളഞ്ഞും തിരിഞ്ഞൊന്നും എനിക്ക് പോകാൻ പറ്റുകയില്ല. ഇവിടെ അതിന് പ്രയാസമുണ്ടെങ്കിൽ അതിൻ്റെ പ്രയാസത്തിന് ഉടമയായ അവൻ ഇരിക്കുന്ന സ്ഥലം ഞാനൊന്ന് ഇളക്കിയേക്കാമെന്ന് പറഞ്ഞിട്ട് നേർവഴിയേ മമ പോകരുതെങ്കിൽ നീ പോവതൊഴിച്ചുകൊൾനാഥനെന്നാകിലോ എന്ന് പറഞ്ഞിട്ട് നീ വലിയ ആളാണെങ്കിൽ എന്നാ എന്നെ ഒന്ന് മാറ്റാൻ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ആ കൈലാസശൈലം ഇളക്കാൻ തുടങ്ങി. എന്നു പറഞ്ഞിളക്കിടിനാൻ കൈലാസമൊന്നു കുലുങ്ങിയ നേരം പരവശാൽ. തൻ്റെ ആ 20 കൈകളും ആ കൈലാസപർവ്വതത്തിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് കയറ്റി ആ പർവ്വതം പിടിച്ചിളക്കാൻ തുടങ്ങി. അതിൽ വസിക്കുന്ന പരമശിവനും പാർവതിയും എന്ന് വേണ്ട ഭൂതഗണങ്ങളും എല്ലാം ഇളകാൻ തുടങ്ങി. ചന്ദ്രചൂടാനുചരന്മാർ വിറച്ചിതു. ചന്ദ്രാനനയായ പാർവതീദേവിയും ആടൽ പൂണ്ടോടി വിയർത്തു ഭയം പൂണ്ടു ഗാഢമാലിംഗനം ചെയ്തരുളിടിനാൾ. ചന്ദ്രചൂടൻ്റെ ശങ്കരഭഗവാന്റെ അനുചരന്മാരായ ഭൂതഗണങ്ങളും ഒക്കെ വിറച്ചു. ഭഗവതി പാർവതീദേവിയും ഗംഗാദേവിയും ഭയത്തോടു കൂടി വിറയ്ക്കാൻ തുടങ്ങി. പാർവതീദേവി തൻ്റെ പ്രാണപ്രിയതമനെ ഗാഠമായി ആലിംഗനം ചെയ്തു പേടികൊണ്ട്. ലോകമാതാവ് പുണർന്നതു കണ്ടനുരാഗവശനായി ചിരിച്ചു മഹേശ്വനും. വല്ലപ്പോഴും കിട്ടുന്ന ആലിംഗനമാണ്. അതിന് കാരണക്കാരനാരാ? രാവണനല്ല, ദശാനനൻ ഇപ്പോഴാണ് രാവണനായി മാറുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രാവണൻ എന്ന പേര് കിട്ടിയിട്ടില്ല, ഇപ്പോൾ കിട്ടുകയും ചെയ്യും. അങ്ങനെ ആ ആലിംഗനത്തിൽ അനുരാഗവിവശനായി ചിരിച്ചുകൊണ്ട് മഹേശൻ എന്തു ചെയ്തു? ചാരുപാദാങ്കുഷ്ടമൂന്നിക്കളിച്ചതു നേരം ഉറച്ചിതു കൈലാസശൈലവും. തൻ്റെ ആ തൃപ്പാദത്തിലെ വെറും ആ പെരുവിരൽ കൊണ്ട് വെറുതെ ഒരു ചെറിയ ബലം താഴോട്ട് പ്രയോഗിച്ചു. അപ്പോൾ ആ ഇളക്കം നിന്നു. കൈലാസപർവ്വതം പൂർവസ്ഥിതിയിൽ നിശ്ചലമായി. കൈകസീപുത്രനും ശൈലമിളക്കിയ കൈകളിരുപതും പർവ്വതം തന്നുട കീഴായി ഞെരുങ്ങിച്ചമഞ്ഞതു കാരണം ഊഴിയും ആഴിയും ശൈലവനങ്ങളും കേഴുന്ന നാദങ്ങൾ കേട്ടു വിറച്ചിതു. അപ്പോഴെന്താ സംഭവിച്ചത്? ആ 20 കൈകളും കൈലാസപർവ്വതത്തിൻ്റെ അടിയിലായിപ്പോയി. അത് പുറത്തേക്ക് വലിച്ചെടുക്കാനും പറ്റുകയില്ല. മലയുടെ അടിയിലങ്ങനെ അമങ്ങി ചതഞ്ഞങ്ങ് ഞെരിയാൻ തുടങ്ങി.
പ്രാണവേദനയോടെ ഊഴിയും ആഴിയും ശൈലവനങ്ങളും കേഴുന്ന നാദങ്ങൾ കേട്ട് കുറച്ചിരുന്നു. രാവണൻ അലറിക്കരയാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് ഊഴിയും ഭൂമിയും ആഴിയും സമുദ്രവും പിന്നെ ശൈലവനങ്ങളും പർവ്വതവും വനവും ഒക്കെ അങ്ങോട്ട് ഇളകി ഉറയ്ക്കാൻ തുടങ്ങി രാവണൻ്റെ ആർത്തനാദം കേട്ടിട്ട്. ലോകത്രയത്തിങ്കലുള്ള ജനങ്ങളും ശോകം കലർന്നു ഭയവിവശന്മാരായി. 3 ലോകത്തിലുള്ള ആൾക്കാരെല്ലാവരും പേടിച്ചുപോയി ഇവൻ്റെ രാവണൻ്റെ അലർച്ച കേട്ട്. ഹസ്തങ്ങളെ അങ്ങു വീണയാക്കിക്കൊണ്ടു തത്രൈവ സാമഗാനം ചെയ്ത നാരദം മൃത്യുഞ്ജയനെ ഭജിച്ചാനതു നേരം. ഭക്തിയും വർദ്ധിച്ചിതു ദശവക്ത്രനും. ദശവക്ത്രന് ഒരു ഗുണമുണ്ട്. എന്തൊക്കെ അനുഭവങ്ങൾ നേരിട്ടാലും അപകടങ്ങൾ നേരിട്ടാലും അതിനെയൊക്കെ തനിക്ക് അനുഭാവപൂർണമാക്കി തീർക്കാനുള്ള കരുത്തുണ്ട്. അത് സഹിക്കാനുള്ള മനഃശക്തിയുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ കാരണക്കാരൻ ആരാണ്? പരമശിവനാണ്. അപ്പോൾ ആ പരമശിവനെ ഭജിക്കാൻ തുടങ്ങി. ഹസ്തങ്ങളെ അങ്ങു വീണയാക്കിക്കൊണ്ട് തത്രൈവ സാമഗാനം ചെയ്ത നാരദം മൃത്യുഞ്ജയനെ ഭജിച്ചാനതു നേരം. കാലാരിയായ മൃത്യുഞ്ജയനായിരിക്കുന്ന പരമശിവനെ അവൻ സാമഗാനം കൊണ്ട്, സാമവേദത്തിൽ അതീവ പാണ്ഡിത്യമുള്ളവനാണ് ഈ ദശാസ്യൻ. തന്നെയുമല്ല, ആ പർവ്വതത്തിൻ്റെ കൈലാസത്തിൻ്റെ അടിയിൽ അകപ്പെട്ട തൻ്റെ കൈകളെ വീണയാക്കിക്കൊണ്ട് മനോഹരമായിട്ട് ആ സാമഗാന സ്തുതി അങ്ങോട്ട് തുടങ്ങി. പരമശിവനെ സ്തുതിക്കാൻ തുടങ്ങി. ഭക്തിയും വർദ്ധിച്ചിതു ദശവക്ത്രനും 1000 സംവത്സരം പുനരങ്ങനെ പോയിതു കാലം ദശാസ്യനത്. കാലം കാലാരി കാരുണ്യപൂർണ ചിത്തേന തൃക്കാലുമയച്ചരികെ ചെന്നരുൾ ചെയ്തു. നമുക്കറിയാം, പണ്ട് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടാതെ വന്നപ്പോൾ ഓരോ തലയും അറുത്ത് ഹോമിച്ചവനാണ്. എന്തും ചെയ്യാൻ മടിക്കുന്നവനല്ല. അത് തന്നോടായാലും ശരി അപരരോടായാലും ശരി. ദശാനനൻ എന്തു ചെയ്യാനും മടിക്കുന്നവനല്ല. 1000 വത്സരം 1000 ആണ്ട് അങ്ങനെ തൻ്റെ കൈകൾ കൈലാസപർവ്വതത്തിൻ്റെ അടിയിൽ അകപ്പെട്ട് ആ വേദന സഹിച്ച് പരമശിവനെ സ്തുതി ചെയ്യുകയാണ് ഉണ്ടായത്. അതിൽ സന്തുഷ്ടനായി പരമശിവൻ രാവണൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ ആ പെരുവിരൽ അയച്ചു. അപ്പോൾ ആശ്വാസമായി ആ ചതഞ്ഞരഞ്ഞ കൈകൾ പർവ്വതത്തിനടിയിൽ നിന്നും രാവണൻ പുറത്തേക്കെടുത്തു. പരമശിവൻ രാവണൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു. കാലാരി കാരുണ്യപൂർണ ചിത്തേന തൃക്കാലുമയച്ചരികെ ചെന്ന് അരുൾ ചെയ്തു. ഈ ത്രിലോകത്തിങ്കൽ നിന്നെ കണക്ക് മറ്റിത്ര ബലവാന്മാരായില്ലൊരുവരും. സമ്മതിച്ചിരിക്കുന്നു, ഈ 3 ലോകത്തിലും നിന്റെ അത്രയും ബലമുള്ളവരാരും ഇല്ല. രാവം ത്വദീയം നിറഞ്ഞു ജഗത്രയെ രാവണനെന്നതിനാൽ തവ നാമവും
ചന്ദ്രഹാസം നിനക്കായുധവും തരാം, സന്തുഷ്ടനായേൻ ഭവാനെ കുറിച്ചു ഞാൻ. ദാ ഇപ്പോൾ ആണ് രാവണൻ എന്ന നാമം അതാരാണ് ചാർത്തിയിരിക്കുന്നത്? സാക്ഷാൽ പരമശിവൻ തന്നെയാണ് ഈ ദശാനനന് രാവണൻ എന്ന നാമം അരുളിയിരിക്കുന്നത്. അത്യുച്ചത്തിലുള്ള എന്താ പറയുക, രോദന ശബ്ദം മുമ്പ് പറഞ്ഞിരുന്നു, ത്രിലോകങ്ങളിലും മുഴങ്ങിക്കേട്ടു എന്ന്. അതുകൊണ്ട് നിനക്ക് രാവണൻ എന്നുള്ള പേരും ഞാൻ നൽകിയിരിക്കുന്നു. കൂട്ടത്തിൽ എന്തുകൂടി കൊടുത്തു? ചന്ദ്രഹാസം എന്ന വാളും കൊടുത്തു. എന്നിട്ട് പരമശിവൻ ഇപ്രകാരം പറഞ്ഞു: ഇന്നു തുടങ്ങി ഭജിച്ചു കൊൾക്കെന്നെ നീ, എന്നാൽ നിനക്കില്ല പജയമൊന്നുമേ. വേണ്ടും വഴിയെ ഗമിച്ചാലുമേ തുമേ, വേണ്ട വിഷാദമനുസരിച്ചേനകം. അതുകൊണ്ട് ഇന്നു മുതൽ നീ എന്നെ ഭജിച്ച് എല്ലാ വിഷമതകളും അകറ്റുക. എനിക്ക് യാതൊരു പരാജയം ഉണ്ടാകാൻ പോകുന്നില്ല. നേരെ വഴി പൊക്കോളൂ. ഭക്ത്യാ നമസ്കൃത്യ രാവണൻ അന്നേരം സത്വരം പുഷ്പകമേറി നടക്കൊണ്ടാൻ. എല്ലാം രാവണൻ അനുഗ്രഹമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഒരായുധം കിട്ടി, ചന്ദ്രഹാസം. പരമശിവന്റെ അനുഗ്രഹവും കിട്ടി, രാവണൻ എന്ന പേരും കിട്ടി. അവിവേകത്തിന് പോയതാ. പക്ഷേ അവിടെയും ആ ദുർഘടസന്ധി എങ്ങനെയാണ് തരണം ചെയ്തത്? പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തി. അത്ര കഠിന തപസ് അവിടെ ചെയ്തു. അത്രമാത്രം ആത്മശക്തി, ആത്മബലമുള്ളവനാണ് രാവണൻ. ഇനി നമുക്ക് രാവണൻ എന്ന് വിശേഷിപ്പിക്കാം, സംബോധന ചെയ്യാം. അങ്ങനെ ആ പുഷ്പക വിമാനത്തിൽ കയറി വീണ്ടും യാത്ര ആരംഭിച്ചു. ക്ഷിപ്രം ഹിമവൽഗിരിവര കാനനെ സുപ്രീതി പൂണ്ടു വസിച്ചാൻ ദശാസ്യനും. പോകും വഴി അല്പനേരം വിശ്രമിക്കാമെന്ന് കരുതി ഹനുമാൻ ആ ഹിമാലയ പാർശ്വത്തിൽ വളരെ മനോഹരമായ മൈതാന സ്ഥലത്ത് ആ പുഷ്പക വിമാനം ഇറക്കി അവിടെ ആ പ്രകൃതി രമണീയമായ ആ കാഴ്ച കണ്ട് വിശ്രമിക്കുകയായിരുന്നു. തത്രൈവ കണ്ടാനൊരാശ്രമത്തിങ്കൽ അത്യുത്തമയാക്കിയ കന്യക തന്നെയും. അവിടെ ആ ഹിമാലയ പാർശ്വത്തിൽ ഒരു കന്യകയെ കണ്ടു. അത്യുത്തമയാണ്. കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് അറിയാം. ഒരാളിനെ കാണുമ്പം, ഉണ്ണിയെ കാണുമ്പോൾ അറിയാം ഊരിലെ പഞ്ഞമെന്ന് പറയുന്നത് പോലെ അത് ഉത്തമയാണോ ഉത്തമനാണോ എന്നൊക്കെ ഏകദേശം ഒരു നോട്ടത്തിൽ കൂടി മനസ്സിലാക്കാം. ഇപ്പോൾ അത്ര പെട്ടെന്നൊന്നും സാധിക്കുകയില്ല. കാരണം അഭിനയമാണല്ലോ ജീവിതം. വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെടാതെ കഴിയുന്ന കാലമാണ്. അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്നൊന്നും പറയാനും സാധിക്കില്ല. എങ്കിലും ഇവിടെ ആ യുവതീ രത്നത്തിനെ കണ്ടപ്പോൾ തന്നെ അത്യുത്തമയെന്ന് മനസ്സിലായി. ചിത്രഭാനുപ്രഭയോടും തപോധന വൃത്തിയോടും കണ്ടു ചൊന്നാൻ ദശാസ്യനും. ഉദിച്ചുയരുന്ന സൂര്യനേക്കാൾ, അതായത് ആ സൂര്യനെ പോലും വെല്ലുന്ന കാന്തിയോടുകൂടിയ ഒരു സുന്ദരാംഗിയായ തരുണീരത്നത്തെ ആശ്രമമുറ്റത്ത് നിൽക്കുന്നത് കണ്ടു. എന്നിട്ട്
രാവണൻ ആ സുന്ദരിയോട് പറയുകയാണ്, സർവസ്ത്രീവർഗവും കണ്ടാൽ വണങ്ങുന്ന സർവമനോഹരിയായ നീ ഇങ്ങനെ ദിവ്യഭോഗങ്ങൾ ഉപേക്ഷിച്ചു സമ്പൂർണ്ണ യൗവനവും വെറുതെ കളഞ്ഞാക്കുലാൽ സർവേന്ദ്രിയങ്ങളെയും ജയിച്ചത്രൈവ സർവദാ താപസിയായി വസിക്കുന്ന നീ ദുർവാഞ്ചിതമതമെന്നോടു ചൊല്ലുക. ഉർവശിയോ നീ, തിലോത്തമയോ, മറ്റു ശർവാണിയോ, മഹാലക്ഷ്മിയോ ചൊല്ലു നീ. എന്താണ് പറയുന്നത്? സർവമനോഹരിയായ അതിസുന്ദരിയായ നീ, പിന്നെ സർവ സ്ത്രീരത്നവും, സ്ത്രീകൾ പോരാ, സ്ത്രീരത്നങ്ങളൊക്കെ തന്നെ നിന്നെ കണ്ടാൽ വണങ്ങും. സ്ത്രീരത്നങ്ങൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അഹല്യ, താര, മണ്ഡോദരി, സീത, പാഞ്ചാലി, ഇങ്ങനെയുള്ള പഞ്ചകന്യക രത്നങ്ങൾ പോലും നിന്നെ വണങ്ങും. അത്രയ്ക്ക് സൗന്ദര്യമാണ് നിനക്ക്. അപ്പോൾ അങ്ങനെയുള്ള നീ ഈ ദിവ്യഭോഗങ്ങളൊക്കെ ഉപേക്ഷിച്ച് നിന്റെ ഈ യൗവനം എന്തിനാണ് വെറുതെ കളയുന്നത്? സർവ ഇന്ദ്രിയങ്ങളെയും ജയിച്ച് തപസ് ചെയ്ത് ഈ കാട്ടിൽ എന്തിനു കഴിയുന്നു? അത് തീർച്ചയായിട്ടും ദുർവാഞ്ചിതമാണ്, ശരിയായിട്ടുള്ള ആഗ്രഹമല്ല. ഇപ്പോൾ നിനക്ക് വേണ്ടുന്നത് ഇതൊന്നുമല്ല. എങ്കിലും പറയൂ, നീ ആരാണ്? ഉർവശിയാണോ? തിലോത്തമയാണോ? ശർവാണിയാണോ? ശർവാണി എന്ന് പറഞ്ഞാൽ ഇന്ദ്രപത്നി. അതോ മഹാലക്ഷ്മിയാണോ? ആരാണ്? താതനാകുന്നതാരമ്മയാകുന്നതാര് ചേതോഹരെ പറഞ്ഞിടുമടിയാതെ. നിന്റെ അച്ഛനാരാണ്? അമ്മയാരാണ്? സുന്ദരി പറയൂ. പങ്ക്തി കണ്ഠോക്തികളിങ്ങനെ കേട്ടൊരു ബന്ധുരഗാത്രിയും വന്ദമുര ചെയ്തു. സ്വർണത്തിൻ്റെ നിറമാണ് ഈ യുവതിക്കുള്ളത്. ആണ് ബന്ധുരഗാത്രി എന്ന് പറഞ്ഞത്. അപ്പം പങ്ക്തികണ്ഠൻ്റെ, രാവണൻ്റെ ഇങ്ങനെയുള്ള ആ ചോദ്യങ്ങൾ കേട്ടിട്ട് അവളതിന് ഉത്തരമായിട്ട് പതുക്കെ ഇങ്ങനെ പറഞ്ഞു. വേദാധ്യയനപരായണനായ അതിബോധവാനായ ബൃഹസ്പതി നന്ദനൻ നാംനാ കുശധ്വജനാം മുനി തന്നെ വാഗ്മയ്യാകിയ പുത്രി ഞാൻ കേൾക്ക നീ. വേദാധ്യായനപരായണനാകിയ അതിബോധവാനായ മഹാജ്ഞാനിയായ ബൃഹസ്പതിയുടെ പുത്രനായ കുശധ്വജൻ്റെ പുത്രിയാണ് ഞാൻ. പിന്നെയോ, വേദജ്ഞന്മാരായ താപസന്മാർ മമ വേദവതി എന്നു നാമവും ചൊല്ലിനാർ. വേദജ്ഞന്മാരായ ആ താപസന്മാരെന്നെ വേദവതി എന്ന് വിളിക്കും. പക്ഷെ ശരിക്കുള്ള പേരെന്തായിരുന്നു? വാഗ്മയി എന്നായിരുന്നു. ജനിച്ചപ്പോൾ ഇട്ട പേരായിരിക്കാം. പിന്നീട് വേദജ്ഞന്മാരെല്ലാവരും കൂടി, ആ താപസന്മാർ എല്ലാവരും എന്നെ വേദവതി എന്ന് വിളിക്കാൻ തുടങ്ങി. എന്നെ പരിഗ്രഹിച്ചിടുവാനായി കൊണ്ടുവന്നാർ പലരും. അപ്പോൾ മമതാതനും കന്യക തന്നെ തരികയില്ലെന്നാശു ചൊന്നതു കേട്ടടങ്ങിടിനാരേവരും. എന്നെ വരിക്കാനായിട്ട് അനേകം ആൾക്കാരെത്തിയിരുന്നു. വീരശൂരപരാക്രമികളായിട്ടുള്ള അനേകം പേര് വന്നിരുന്നു. പക്ഷേ
ആർക്കും ഞാൻ എൻ്റെ മകളെ തരികയില്ല എന്ന് അവരെയെല്ലാം പറഞ്ഞ് തിരിച്ചയച്ചു. അവരൊക്കെ അത് കേട്ട് മടങ്ങിപ്പോവുകയും ചെയ്തു. എന്നുടെ നന്ദന വല്ലഭനാകണം മാധവനെന്നു ചിന്തിച്ചു കൊടാഞ്ഞിതു. പുത്രിയുടെ വല്ലഭൻ ആരായിരിക്കണം? സാക്ഷാൽ വൈകുണ്ഠനാഥനായിരിക്കുന്ന ആ മാധവൻ തന്നെ എൻ്റെ പുത്രിക്ക് വരനായി വരണം എന്ന് കുശധ്വജൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ആർക്കും തൻ്റെ മകളെ കൊടുക്കാഞ്ഞത്. എന്നെ നൽകാഞ്ഞ മൂലം മമതാതനെ കൊന്നാൻ ചതിച്ചൊരു രാക്ഷസൻ ക്രുദ്ധനായി. ഒരു മഹാപാപിയായ രാക്ഷസൻ വന്നിട്ട് എന്നെ ചോദിച്ചു. പക്ഷേ അവനും കൊടുത്തില്ല. അവൻ ക്രുദ്ധനായിട്ട് എൻ്റെ അച്ഛനെ വധിച്ചു കളഞ്ഞു. കഷ്ടമായിപ്പോയി. എന്നിട്ടോ മാതാവ് താനും അപ്പോൾ മരിച്ചിടിനാൾ. മാധവനെ കുറിച്ചന്നു തുടങ്ങി ഞാൻ താതൻ നിനച്ചതു സാധിച്ചു കൊള്ളുവാൻ പീതാംബരൻ മമ കാന്തനായിടണം. അച്ഛൻ്റെ വേർപാടിൽ അമ്മയും ഇഹലോകവാസം വെടിഞ്ഞു. ഇപ്പോൾ അച്ഛനുമില്ല, അമ്മയുമില്ല. ഞാൻ അനാഥയായി, ഏകയായി. അന്നു മുതൽ അച്ഛൻ്റെ ആഗ്രഹം സാധിക്കാനായിട്ട് ആ പീതാംബരനായിരിക്കുന്ന ലക്ഷ്മീകാന്തനായിരിക്കുന്ന നാരായണൻ തന്നെ എൻ്റെ പതിയായി വരണം. പീതാംബരൻ മമ കാന്തനായിടണം എന്നു കൽപ്പിച്ചു തപസ്സു ചെയ്യുന്നിതു നന്നായി വരിക പോയാലും ഭവാനെങ്കിൽ. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം. അന്നു മുതൽ ഞാൻ സാക്ഷാൽ നാരായണനെ തന്നെ തപസ് ചെയ്ത് എൻ്റെ പതിയായി വരാനായിട്ടുള്ള തപസ് ചെയ്ത് കഴിയുകയാണ്. അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. അങ്ങ് വന്ന വഴിയെ പോയാലും, വന്ന വഴിയെ തന്നെ പോയാലും എന്ന് വേദവതി പറഞ്ഞു. ഉഗ്രമായി ചെയ്ത തപസ്സിനാലേ ജനമുഖ്യനായി വന്നു ഭവാനെന്നറിഞ്ഞു ഞാൻ. അങ്ങയുടെ ഉഗ്ര തപസ്സുകൊണ്ട് ഉഗ്രപ്രതാപിയായിത്തീർന്നു, സർവജനങ്ങളാലും ആരാധ്യനായിത്തീർന്നു എന്ന് ഞാൻ അറിഞ്ഞു. യുദ്ധമാകർണ്യദശാനനും വിമാനത്തിങ്കിൽ നിന്നുടൻ താഴത്തിറങ്ങിനാൻ. അതുവരെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വിമാനം ആശ്രമത്തിൻ്റെ സമീപത്ത് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ കേൾക്കയാൽ ആ രാവണൻ വിമാനത്തിൽ നിന്ന് താഴെ ഇറങ്ങി. ഇനി എന്താണ് വേദവതിയോട് രാവണൻ പറഞ്ഞതെന്ന് നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. ഇന്നത്തെ പഠനം സജ്ജന സമക്ഷം കാഴ്ചവെക്കുന്നു. എല്ലാവർക്കും എൻ്റെ പ്രണാമങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊള്ളുന്നു. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ ഗുരു. ഹരി ഓം.